ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മാനവേദൻ സ്കൂളിൽ SSLC എക്സാം എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്നേഹാദരവ് ചടങ്ങ് ഉണ്ടായിരുന്നു. 9A+, 10A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും മൊമെന്റും, അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ചെയർമാൻ, SMC കമ്മിറ്റി, PTA കമ്മിറ്റി, അധ്യാപകർ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇതാണ് മൊമെന്റും സർട്ടിഫിക്കറ്റുകളും. കുറച്ചു കുട്ടികളുടെ പേരൻസും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇക്കൊല്ലത്തെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ഈ പരിപാടി കാണാൻ വന്നിരുന്നു. ഇത് ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകന്മാരാണ്. 9A+, 10A+ കിട്ടിയ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. എല്ലാവർക്കും നല്ല സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു പരിപാടി കാണാൻ. കുറേ കുട്ടികളും വന്നിട്ടില്ലായിരുന്നു. മോൾട്ട് താത്തയാണ് ഇപ്പോൾ സമ്മാനം വിതരണം ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് കൊടുക്കൽ തുടങ്ങി എല്ലാവർക്കും. ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ഇങ്ങോട്ട് മലയാളം മീഡിയത്തിലേക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ അനിയന് ഹോസ്പിറ്റലിൽ ഗ്ലൂക്കോസ് കയറ്റി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെ വീഡിയോയും ഇതിലെടുക്കാൻ പറ്റിയില്ല. അവന് ഷുഗറും പ്രഷറും കുറഞ്ഞാണ്ട് ഗ്ലൂക്കോസ് കയറ്റി കിടക്കുകയായിരുന്നു. ഒരുപാട് കുട്ടികളെയാണ് ഞങ്ങൾ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പച്ചിൻ്റെ ഫ്രണ്ടാണ് നസീർ കാക്ക. ഇപ്പോൾ സമ്മാനം കൊടുക്കുന്നത് സജാൻ കാക്കയാണ്. എല്ലാ കുട്ടികൾക്കും ഉണ്ട്. 600-ലധികം കുട്ടികൾക്കാണ് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുന്നത്. ജിഷാൻ, നൗഫിയ, തൻഹ, ഷമീൽ അഹമ്മദ്, ഷമീൽ, ഷഹാവൻ പി, ഹിഷാം പി, മുഹമ്മദ് ഹിഷാം. ഒരുപാട് കാലത്തിന് ശേഷം ഫ്രണ്ട്സാളെയും അധ്യാപകരെയും എല്ലാവരും കണ്ടപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ചാലിയാർപ്പുഴയുടെ തീരത്താണ് ഞങ്ങളുടെ മാനവേദൻ സ്കൂൾ ഉള്ളത്. 1940-ലാണ് മാനവേദൻ സ്കൂൾ ആരംഭിച്ചത്. ഇത് ഞങ്ങളുടെ സ്കൂളിൽ റിട്ടയർഡായ വാസുമാഷാണ്. ഇത് 9ാം ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ച സുരേഷ് സാറാണ്. ഫിസിക്സാണ് സാറ് പഠിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് സാറും കൂടി ആയിരുന്നു സാറ്.
സാറിൻ്റെ ക്ലാസ് നല്ലോണം മനസ്സിലാവും. നല്ല അടിപൊളി ക്ലാസ്സാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നസീറാക്കയാണ്. നസീറാക്കാൻ്റെ കുട്ടിക്ക് നസീറാക്ക തന്നെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇതൊക്കെ ഞങ്ങളെ സ്കൂളത്തെ കമ്മിറ്റിക്കാരാണ്. ഇതിന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഗീത ടീച്ചറാണ്, 10th. ടീച്ചറെ ക്ലാസ്സിൽ നിന്ന് കുട്ടികളെല്ലാവരും നല്ല അലമ്പേക്കാറ്. നല്ല രസമാണ് കേട്ടോ ടീച്ചറെ ക്ലാസ്സൊക്കെ. ഇത് ശ്രീനന്ദയാണ്. മോളുടെ താത്ത ചേച്ചമ്മ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇത് 8ാം ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ച ഗീത ടീച്ചറാണ്. ടീച്ചർ ഇംഗ്ലീഷ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. 2 ഗീത ടീച്ചറാണ് ഇപ്പോൾ. ഒരു ഗീത ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു, അത് മലയാളം സെക്കൻഡാണ് പഠിപ്പിക്കുന്നത്. ടീച്ചർ റിട്ടയർഡ് ആയിപ്പോയി. കാക്കാൻ്റെ കുട്ടി ഇവിടെ അല്ല എന്ന് പറഞ്ഞപ്പോൾ കാക്കയാണ് കാക്കാൻ്റെ കുട്ടീൻ്റെ വാങ്ങിയത്. ഇത് നിഹിലയാണ്. ഇതൊക്കെ ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങാണ്. ഇപ്പോൾ പോയത് ശക്തിയാണ്. ഒരുപാട് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുണ്ട്. നേരം വൈകിക്കണേ. ദൽഫിയ. ഇപ്പോൾ B ക്ലാസ്സിലെ കുട്ടികൾക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. രണ്ട് മണിക്കാണ് ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഉച്ചയ്ക്ക് 2 മണിക്ക്. 5 മണി വരെ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ C ക്ലാസ്സിലെ കുട്ടികൾക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള C ക്ലാസ്സിലെ കുട്ടികളത് കഴിഞ്ഞിട്ടുള്ള D ക്ലാസ്സാണ് ഞങ്ങൾ ക്ലാസ്. ഇവരത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ലാസ്സിലെ കുട്ടികളെ വിളിക്കുന്നത്. ഇതാണ് C ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ.
സർട്ടിഫിക്കറ്റ് അങ്ങോട്ടിട്ട് മാറിയതൊക്കെ കൈമാറാണ്. ഇന്ന് ഞങ്ങളെ ക്ലാസ്സാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 10th ക്ലാസ്സിലെ ടീച്ചറാണ്. ഇത് ഞങ്ങളെ ക്ലാസ് ടീച്ചറാണ്, രാജി ടീച്ചർ. കെമിസ്ട്രിയാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണ്. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അമാന. ഇത് കഴിഞ്ഞ ഞാനാണ്. ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാലിയാണ്. ഞങ്ങൾ +1 ഒപ്പം തന്നെയാണ് ഉള്ളത്. കുറേ കുട്ടികൾ ആബ്സെൻ്റ് ആയിരുന്നു. ഇത് യദുവാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് ഷഹല്. ഇത് ഞങ്ങളെ സ്കൂളത്തെ ഗ്രൗണ്ടാണ്. ഇപ്പോൾ ടർഫിൽ കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീഷനൊക്കെ കുറേ കുട്ടികൾ ഇങ്ങോട്ടാണ് വരല് കളിക്കാൻ. ഇപ്പോൾ 10F കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 10F അല്ല 10E കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ കഴിഞ്ഞ് കുറേ കുട്ടികൾ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിയേക്കാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണിപ്പോൾ. ഇപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്ത് പിരിഞ്ഞു.